ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സ് വരും? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണി മാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വേണ്ട എനിക്ക് മുഖം മറിക്കണ്ട, ഒരാവശ്യമില്ല. എന്തിന് ഇല്ല. ഞെട്ടിപ്പോകുന്ന ഒരു വെളിപ്പെടുത്തലാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എത്രയോ പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും പുറത്തു പറയാത്ത നഗ്നമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒരാൾ വെളിപ്പെടുത്താൻ പോകുന്നത്. മുഖം കാണിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുഖം കാണിക്കാതിരിക്കണോ? നാളെ ഒരു പരാതിയുമായിട്ട് വരുമോ? വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരുമോ? മാസ്റ്റർ ബിൻ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അന്ധവിശ്വാസം പരത്തുന്ന ആളുകളെ കൃത്യമായിട്ട് തേച്ചൊട്ടിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറയട്ടെ, നിങ്ങൾ വെറും വ്യൂവർഷിപ്പിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന വിഷയം ഓക്കെയാണ്, പക്ഷേ ആ ഒരു പെൺകുട്ടി അവർ ഇരട്ടകളാണ്. അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഒരു കുടുംബമുണ്ട്. ആ ഒരു സ്ത്രീ പറയുന്നു എൻ്റെ മുഖം കാണിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് കാണിക്കാൻ പാടില്ലായിരുന്നു. അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. മനുഷ്യത്വം എന്നാണ് ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേര്. GCCയിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന ഒരു സ്ഥലമുണ്ട്, UAE എന്നാണ് അതിൻ്റെ പേര്. UAEയിലാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ കാണുന്നത്. UAEയിലേക്ക് തന്നെയാണ് ഒരുപാട് സെലിബ്രിറ്റീസ് കേരളത്തിൽ നിന്നും കയറിപ്പോകുന്നത്. പല ആളുകളും പലതും കാണിച്ചു കൂട്ടി, പലതരത്തിലുള്ള വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു. അതിൽ ചില ആളുകളൊക്കെ ഇന്ന് സജ്ന നൂർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ഈ സ്ത്രീയുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകളിലേക്ക് എന്തുകൊണ്ടാണ് മാസ്റ്റർ ബിൻ എന്ന ഈ ചാനലിൻ്റെ അവതാരകൻ തുറന്നു നോക്കാഞ്ഞത് എന്ന ഒരു ചോദ്യമുണ്ട്. നേരെ വീട്ടിലോട്ട്. കാര്യങ്ങളും അതിനുവേണ്ട എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഞാൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എന്താണ് ഇതിനകത്തൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞും പഠിച്ചും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് നേരെ ആരും ഒന്നും പറഞ്ഞാൽ അത് എങ്ങനെ നേരിടാനുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, കൃത്യമായ തെളിവ് അവരുടെ കയ്യിലുണ്ട്. ആരൊക്കെയാണ് അവിടെ ഇത് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ധാരണയുണ്ട്. എന്നാൽ 15 മിനിറ്റുള്ള ഈ വീഡിയോയിൽ എവിടെയും ആ പേരുകൾ പറയുന്നില്ല. ചുരുക്കി പറ, ഇവിടെ ആരാണ് രഞ്ജുവിനെ അവിടെ കൊണ്ടുവന്നത്? ഗൾഫിലേക്ക് കൊണ്ടുവന്നത് താരയാണ്. ഒരു സ്ത്രീയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി. അപ്പൊ അവളാ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ചിന്തിച്ചെടുക്കാനുള്ള കഴിവില്ലായിരുന്നു സെക്സിന്റെ ആണെന്നുള്ള കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, രഞ്ജുവിന്റെ ഇവിടുത്തെ ജീവിതം വളരെ കഷ്ടമാണോ? വളരെ കഷ്ടം. ഞാനിവിടെ ഒരു മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അത് കഴിഞ്ഞ് അവള് പോയി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവാ. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആ സെക്സ് ട്രാക്കിന്റെ രീതിയിലല്ല ഞാൻ പോയത്. ഒരു എൻ്റെ ഉണ്ടായ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. അവർ എനിക്ക് അവിടെ ഒരു ഓഫർ ട്രൈ വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ചെന്നിട്ടും ഞാൻ എൻ്റെ നേരായ വഴിക്ക് പോയിട്ടും എനിക്ക് അവിടെ ചെന്നപ്പോൾ അനുഭവപ്പെട്ടത് ഈ സെക്സ് റാക്കറ്റിലാണ് പെടുന്നത്. ഈ ആയുർവേദം ഞാൻ ആദ്യമായിട്ട് ഇത് അറിയുന്ന വെച്ചാൽ അമൃത ആയുർവേദ കോളേജ്, അതൊക്കെയാണ്. എൻ്റെ അമ്മായിയമ്മ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പം അങ്ങനെയുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പം അതിൻ്റെ മറവിൽ അവർ സെക്സ് 100 ദറംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറിയിട്ട് സെക്സ് അവർ ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. അതും എനിക്കറിയാവുന്നതും എൻ്റെ പരിചയം ഒരുപാട് ആൾക്കാരും അത് വീടിൻ്റെ അടുത്തുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ കരുതി എന്നെ രക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ. പക്ഷെ ശരിക്കും പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം, ഫോണൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നു. അതല്ല എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു സ്പായിലേക്കാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. താര എന്ന ഒരു പെൺകുട്ടിയാണ് അവരെ കൊണ്ടുപോയത്. എന്നാൽ താര എന്ന ആ ഒരു പെൺകുട്ടി പോലും ആ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന ആളാണെന്ന് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് പുറത്തുവിടാത്തത്? ഈ സ്ത്രീ പറയുന്ന വാക്കുകൾക്കപ്പുറം അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. ആ തെളിവുകൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കണ്ടേ? അവർക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. നീതി കിട്ടണമെങ്കിൽ, ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് നീതി കിട്ടണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടണ്ടേ? ആ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും പുറത്തുവിടണം. GCC രാജ്യങ്ങളിൽ ഇമാതിരി ഊളത്തരങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഇത്തരം പരിപാടിയിൽ പോയി വീഴുന്നുണ്ട്. ഒരു ബാറിൽ വെറുതെ പോയി 1 മണിക്കൂർ ഇരുന്നാൽ 500 ദിർഹം കിട്ടും എന്നാണ് ഒരു വ്യക്തി പറഞ്ഞത്. അതുപോലെ തന്നെ പല ആളുകളും പലതും പറയാൻ മടിക്കുന്നു. പലതും പുറത്തു വരിക തന്നെ ചെയ്യും. അധികം നാളൊന്നും വേണ്ടി വരില്ല, എല്ലാ കാര്യങ്ങളും പുറത്തു വരും. ഈ വീഡിയോ ഞാൻ ബ്ലറാക്കിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരുടെ ലൈഫ് അത് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ചേച്ചി, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരി നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ
എൻ്റെ ID സന്ദീപ് എടപ്പാൾ എന്ന് ഇൻസ്റ്റഗ്രാമിൽ തിരഞ്ഞാൽ കിട്ടും. ഒരു ക്യാമറയും പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാകും. അതിൽ കയറി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം. നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ തെളിവും പുറത്തു വിടാൻ ഞാൻ തയ്യാറാണ്. ഭയമുള്ള ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോവാതിരിക്കുക. പകരം ഭയമില്ലാത്ത, സത്യം വിളിച്ചു പറയുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളത് പുറത്തു വിടും. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് പെൺകുട്ടിയല്ല, ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എന്നിട്ട് മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു എന്നെ അവിടെ നിന്ന് മാറ്റി ഒരു നല്ല സേഫായ സ്ഥലത്ത് നിർത്തുകയും, എന്നിട്ട് അവിടുന്ന് എന്നെ വന്ന് ഓരോ ആൾക്കാർ പിന്തുടർന്ന് പുറകിൽ വന്ന് അവർക്കും പേടിയായിപ്പോയി. കാര്യം ഇത് നടത്തുന്ന ആൾക്കാർക്കും പേടിയായിപ്പോയി. ഏത് രാജ്യത്ത് ചെന്നത്? ഞാൻ ദുബായിലാണ്. ദുബായിൽ ഇത് സർവത്രികമാണല്ലേ? ദുബായ് ദൈറയിലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. പക്ഷേ ദൈറ മാത്രമല്ല, അവിടെ അജ്മാൻ, ഷാർജയിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല, അജ്മാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്പായുടെ മറവിലും അതുപോലെ ഫ്ലാറ്റുകളിലും ഒക്കെയാണ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫാമിലി താമസിക്കുന്ന രീതിയിൽ താമസിച്ചിട്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആണുങ്ങളെ വിളിച്ചു വരുത്തി. അത് കൂടുതൽ വരുന്ന മലയാളികളാണ് വരുന്നത്. കൂടുതൽ മലയാളികളാണ് അത്ര അവരെ യൂസ് ചെയ്തത്. ഒരു ദിവസം 23 പേരൊക്കെ വന്നു എന്നാ പറയുന്നത്. നിവൃത്തികോട് കൊണ്ടാണ്, രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ലാത്തത് കൊണ്ടാണ്. നിവൃത്തിയില്ലാത്ത പല ആളുകളും പെടുന്നു. എന്നാൽ ചില ആളുകളൊക്കെ മനഃപൂർവ്വം പോയി ചാടുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ആളുകളും ഈ വിഷയം എടുത്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ഈ ഒരു സ്മഗ്ലിംഗ് ടീമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ചിട്ടോ സെലിബ്രിറ്റികളെ വലയിലാക്കി അല്ലാതെയും കൊണ്ടുപോയി ഇത്തരം റാക്കറ്റുകളിൽ വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ചിട്ടോ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവം ഞെട്ടിക്കുന്നത് തന്നെയാണ്. അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ നിങ്ങൾ പറയാതെ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് തന്നെയാണ് ഞങ്ങൾ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. ചൂണ്ടുക തന്നെ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു വൈചിത്ര്യം അല്ലേ? അപ്പൊ ഈ മലയാളീസ് ശരിക്കും സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ വരുന്നത്. അതെ, അപ്പൊ എന്നിട്ട് വേറെ എന്താ അർത്ഥം അല്ലേ? അതെ. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് ഇത് അവസ്ഥ പറഞ്ഞ് അവസ്ഥ ബോധ്യപ്പെടുത്തും. പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എനിക്കൊരു 7 പേരുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് എന്നെ രക്ഷിച്ചത്. എന്നെ എൻ്റെതായ രീതിയിൽ അല്ല, ഇവരോടൊക്കെ പറയോ? അവരോട് പറയും. ഞാൻ ഓൾറെഡി അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ വരുമ്പോൾ പൈസ വാങ്ങിച്ച് നമ്മൾ റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ആവശ്യപ്പെടുന്ന ഡ്രസ്സ് ഊരാനൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷേ ഞാൻ ആദ്യമേ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു 7 മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നു. അത് കേട്ടിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത, അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നെ മാറ്റി. ബാക്കി വന്നവരെല്ലാവരും എന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ട്രാപ്പിൽ പെട്ടിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഇവരുടെ അടുത്തേക്ക് വരുന്ന മലയാളികളാണെങ്കിലും ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിലും ഇനി ഏതവനാണെങ്കിലും അവരുടെ കാമം തീർക്കുന്നു പോകുന്നു. അക്കൂട്ടത്തിൽ 7 പേര് അവരെ സഹായിക്കുന്നു. ആ 7 പേരുടെ സഹായം കൊണ്ട് അവർ നാട്ടിലെത്തുന്നു. ഇനിയും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടാവും. ഇവരുടെ മുഖം ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷേ മറ്റൊരു ചാനൽ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. ആ ചാനലിലൂടെ ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. നിങ്ങൾക്ക് കടിമൂത്ത് നിങ്ങൾ കാമം തീർക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, അവരെ ട്രാപ്പിലാക്കിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതെൻ്റെ അവസരമാണെന്ന് കരുതിക്കൊണ്ട് അവരെ ഉപയോഗിക്കാതെ അവരെ നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള പണിയെടുക്കുക. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിയമം കുറച്ച് ശക്തമാണല്ലോ. ദയവ് ചെയ്ത് കാമമൊക്കെ മാറ്റിവെച്ച് ആ പാവപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കണം കേട്ടോ. പടച്ച തമ്പുരാൻ, ദൈവം എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും മാറാരോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അവരെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പടച്ചം തന്നതാണെന്നുള്ളത്. ഞാൻ ചെറിയൊരു റിമൈൻഡർ വെച്ചതാണ്. ഇനിയും കാമം തീർക്കാൻ നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ രക്ഷപ്പെടുത്തുക. അവർക്ക് യാതൊരു കാരണമില്ല. ഒരു കാരണമില്ല. കാര്യം ആ സമയത്ത് എനിക്ക് എൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതല്ലാതെ അതിന് തയ്യാറായി കൊടുക്കാന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു. കാര്യം എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മോനും ഉണ്ട്. എനിക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾ ട്വിൻസ്. എന്നെ പോലെ ഒരാളും കൂടെ ഉണ്ട്. പിന്നെ ചേച്ചിയുണ്ട്, അച്ഛനമ്മ, അവരെയൊക്കെ നോക്കുന്നത് ഞാൻ. ഒരു സമയം വരെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വരെ അവരെ നോക്കും. ഞാൻ നല്ല രീതിയിൽ ഞാൻ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതെല്ലാം നാട്ടിൽ തിരിച്ചു പോയി എനിക്കത് അറിയിക്കണം. എന്നെപ്പോലെ ഒരുപാട് പിള്ളേർ അവിടെ നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് രക്ഷിക്കുമെന്നും പറഞ്ഞ് ഓരോരുത്തർ പറയുമ്പോൾ എന്ത് ചെയ്യണം. കൂടുതൽ മലയാളീസ് അതിനകത്ത് അറിഞ്ഞു വരുന്ന ആൾക്കുണ്ട്. അത് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവർക്കൊന്നും ഒരു കുറ്റബോധം ഇല്ല. അവിടെ മകനാണോ വരുന്നത് അല്ലെങ്കിൽ എന്തോ ആങ്ങളാണോ ഒന്നും നോക്കാതെ അവർക്ക് എല്ലാം ഈസി ആയിരുന്നു. എല്ലാവർക്കും പലരും അബുദാബിയിലും പലയിടത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യുന്നവരും ഉണ്ട് അവിടെ. നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടൊരു വാക്കായിരിക്കും, എനിക്കൊരു സഹോദരിയുണ്ട്, ഞങ്ങൾ ട്വിൻസ് ആണെന്നുള്ളത്. ഇവരെ 2 പേരെയും ഒരുപോലെ ആയിരിക്കും കാണാൻ അല്ലേ? ഈ പെൺകുട്ടിയാണെന്ന് കരുതിക്കൊണ്ട് നാളെ ആ പെൺകുട്ടിക്ക് നേരെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരവാദിത്തം പറയുമോ? ദയവ് ചെയ്ത് ഇമ്മാതിരി ഊളത്തരം കാണിക്കാതിരിക്കുക. അവരുടെ മുഖം കാണിച്ചോളൂ എന്ന് പറഞ്ഞാലും കാണിക്കാതിരിക്കുക. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു കുടുംബമുണ്ട്. അവർക്ക് നാളെ ഇറങ്ങി നടക്കണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. നിങ്ങളിപ്പോൾ ചെയ്തതൊരു വലിയ വിഡ്ഢിത്തരാണ്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോയിലൂടെയും മുഖം കാണിച്ച് വീഡിയോ ചെയ്ത ആളുകളും വലിയൊരു വിഡ്ഢിത്തരം ചെയ്തു എന്നുള്ളതാണ്. ഇവർ ട്വിൻസ് ആണ് എന്ന വാക്ക് നിങ്ങൾ എവിടെയും കേട്ടില്ല. വളരെ മോശമായി പോയത്.
പക്ഷെ ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എടുത്തിടുക, അതിനകത്ത് ഒരു 2 ജോലിക്കാരെ നിർത്തുക, അതിനകത്ത് ഇങ്ങനെ സെക്സ് വർക്ക് എടുക്കാൻ വേണ്ടി പെമ്പിള്ളേരെ കൊണ്ടുവരിക, എന്നിട്ട് അതിന്റെ ഓണറുകൾ പ്രത്യേകം മാറി താമസിക്കുക. അതാണ് അവർ ചെയ്യുന്നത്. വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഓണർമാർ വരുന്നത്. അതിനകത്ത് ആ നിൽക്കുന്ന അത്രയും ആൾക്കാർ നിരപരാധികളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നാളെ അവർ ചിന്തിക്കുമ്പോഴും നാളെ ഇതിനകത്ത് ഞങ്ങളും കുടുങ്ങിപ്പോകുന്നൊരു പേടി കൊണ്ടാണ് അവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരി, ദയവ് ചെയ്ത് ആരാണ് ആ ഓണേഴ്സ്, ആരാണ് നിങ്ങളെ കൊണ്ടുപോയത്, ഏതാണ് ആ ട്രാവൽസ്, എല്ലാം പുറത്തു വിടണം. നിങ്ങളുടെ സങ്കടം നിങ്ങളിപ്പോൾ പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ച ആ ഒരു ക്രൂരതയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പക്ഷേ പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ടായിരുന്നു. അത് അവരുടെ പേരുകളായിരുന്നു. നാളെയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ സമൂഹത്തിന് ഒരു നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പേരുകളും ഫോട്ടോസും പുറത്തു വിടുക തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ മുഖം ജനങ്ങൾ കാണുകയും നിങ്ങൾക്ക് വീണ്ടും ഒരു നാണക്കേട് ഉണ്ടാവുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത പക്ഷം അവിടെ ക്രൂരത അനുഭവിക്കുന്ന ആ പെൺകുട്ടികൾക്ക് നീതിയൊന്നും ഈ ഒരു വീഡിയോയോട് കിട്ടില്ല. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയണമായിരുന്നു. നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അനുഭവങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തു വിടണം സിസ്റ്ററെ, പുറത്തു വിടണം. അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഇപ്പോഴും അപ്പൊ അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞു വന്നേക്കുന്നത് അല്ലേ? മുഖം മറക്കണോ? വേണ്ട എനിക്ക് മുഖം മറിക്കണ്ട, മുഖം മറക്കണ്ട. ഒരാവശ്യമില്ല. നാളെ പരാതി വരുമോ? എന്തിന് ഇല്ല, ഞാനിപ്പോ നാളെ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ നമ്പർ തപ്പിയൊക്കെ എടുത്ത് വിളിച്ചാലും ഞാൻ കൊടുക്കുന്ന മറുപടി ഞാൻ കൊടുക്കും. കാര്യം പുറലോകം അറിയണമെന്നുള്ളത് എൻ്റെയും കൂടെ ആവശ്യമാണ്. എൻ്റെ എനിക്ക് ഒരു മോളൊരു മോനുണ്ട്, അവർ നാളെ വളർന്നവരുമാണ്. നാളെ അവർക്കൊരു അവസ്ഥ എന്ന് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ അന്ന് അത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു അവസ്ഥ വരത്തില്ലല്ലോ. അപ്പം എന്നെപ്പോലെ ഞാൻ വളർത്തുന്ന പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിസ്സാര സമയം കൊണ്ട് അവരെല്ലാം എടുത്തു ചാടിക്കൊണ്ട് നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുഖം പുറത്തു വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾ, അറിയാത്ത ആളുകൾ പോലും ഇത് അറിയുന്നു. അവർക്ക് നാളെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്കാവും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പരാതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കണം. സോഷ്യൽ മീഡിയയിലാണ് ഇത് പറയുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ താങ്കളെ കൊണ്ടുപോയ ആളുടെ ഡീറ്റെയിൽസ് അടക്കം, ആ ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ പേര്, ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ, എല്ലാ രേഖകളും പുറത്തു വിടണം. ഒരുപാട് എന്താ പറയുക, ഈ കാരണങ്ങളൊക്കെ ഒരു ജീവിതത്തിൽ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും ക്ഷമയൊക്കെ പെൺകുട്ടിക്ക് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള തെണ്ടിത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ നല്ല ജോലി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ഇത്തരത്തിൽ പെൺകുട്ടികളെ വഞ്ചിക്കുന്ന നാറികളോട് എന്നേ പറയാനുള്ളൂ. നിനക്കൊക്കെ കുടുംബമില്ലേടാ, അമ്മയല്ലേ, അത് മാത്രം ഓർക്കുക. എന്തായാലും എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിനക്കും ഒരു കുടുംബമില്ലടാ എന്നാണ് ചേട്ടായി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്കളത് വീഡിയോ ചെയ്യുന്ന സമയത്ത്, എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. അവർക്കൊരു കുടുംബമുണ്ട് എന്നുള്ളത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. പറയേണ്ട പേരുകൾ പറയണം, പുറത്തു വിടേണ്ട ഡാറ്റാസ് പുറത്തു വിടണം. ഇവിടെ ആ ഒരു പെൺകുട്ടി അവരുടെ അനുഭവങ്ങൾ പറയുന്നു, ഞങ്ങളത് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട്. സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ അവിടെ കൊണ്ടുപോയി കാഴ്ച വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. റൂഹി ജാൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിലേക്കൊക്കെ തന്നെയാണ് ഇതും വിരൽ ചൂണ്ടുന്നത്. അധികം വൈകാതെ തന്നെ വായ മൂടിക്കെട്ടിയിരിക്കുന്ന പല ആളുകളും വാ തുറന്ന് പറയുക തന്നെ ചെയ്യും. ഇന്ന ആളുകളാണ് ഞങ്ങളെ കൊണ്ടുപോയത്, ഇന്ന വിഷയങ്ങളാണ് ഞങ്ങൾ അവിടെ ചെയ്തത്, ഇന്ന രീതിയിലാണ് ഞങ്ങളത് ചെയ്തത് എന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ പേര് ഏതെങ്കിലും പട്ടിക്കിട്ടിട്ട് അതിനെ വിളിച്ചോ, പറയേണ്ട ആളുകൾ ഉടനെ തന്നെ അത് പറഞ്ഞിരിക്കും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.